ശങ്കു, ഇവിടെ നിന്ന് താഴോട്ട് നോക്കൂ. എന്ത് മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ആഹാ, അതിമനോഹരം തന്നെ. നമുക്ക് ആ പാറയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കാം. ആ ശരി. അയ്യോ അയ്യോ അയ്യോ, അവർ താഴേക്ക് പോയല്ലോ. എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത്. എന്തായിരുന്നു പുകില്. ഓ, ആ പാറയുടെ മുകളിൽ കയറിയ താഴെയില അതിമനോഹര കാഴ്ചകൾ കാണാം. ഓ, എനിക്കറിയില്ലല്ലോ താഴേക്ക് വീഴുമെന്ന്. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. നമുക്ക് മുകളിലേക്ക് മെല്ലെ പോകാം. നിങ്ങളെ സൗന്ദര്യം ആസ്വദിച്ചതല്ലേ, ഇപ്പോഴെന്തായി? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഇപ്പൊ നായാട്ടിനായി കാട്ടിലിറങ്ങിയ ഒന്നും കിട്ടാതായിരിക്കുന്നു. ശരിയാ, ഇപ്പൊ മനുഷ്യന്മാരുടെ വേട്ടയാടൽ മൂലം ഒന്നും കിട്ടാതായിരിക്കുന്നു. പണ്ടാണെങ്കിൽ ഒരു മുയലിനെയും മാനിനെയും കിട്ടാൻ ഈ താഴ്വരയിലെ നദിക്കരയിലൂടെ ഒന്ന് നടന്നാ മതിയായിരുന്നു. ഇപ്പൊ ഒരു മാനിനെ കണ്ടിട്ട് നാളേറെയായി. എനിക്ക് വിശപ്പ് കൂടിക്കൂടി വരുന്നു. വാ, നമുക്ക് താഴ്വരയിലൂടെ ഒന്ന് നടന്നു നോക്കാം. കുറെ കാഴ്ചകൾ കാണാം. ശങ്കു, നമ്മൾ എത്ര ദൂരമായി നടക്കുന്നു. ഒരു ജീവിയെപ്പോലും കാണുന്നില്ലല്ലോ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ തളർന്നു. അങ്ങനെ നിരാശപ്പെടാതെ നമുക്ക് കുറച്ചു ദൂരം കൂടി നടന്നു നോക്കാം. എന്താ ഈ മഴ ചോരുന്ന ലക്ഷണമില്ലല്ലോ. ശരിയാ, സുർമ്മൻ ചേട്ട താഴ്വരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവില്ലേ? നമുക്ക് മഴ കുറയുന്നവരെ കാത്തിരിക്കാം. അതാ ഒരു വലിയ തവളയും മുള്ളമ്പന്നിയും നിൽക്കുന്നു. അതിനെ കിട്ടിയിട്ട് എന്താ കാര്യം? നമുക്ക് നാവിൽ വെക്കാൻ തന്നെ തികയില്ല. നമുക്ക് വല്ല മാനിനെയും കിട്ടുമോ നോക്കാം. മാനെ, ഞാൻ അവരെ പിടിക്കാൻ പോവാ. എനിക്ക് വിശന്നിട്ട് വയ്യ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ ഞാൻ ഇപ്പൊ അകത്താക്കും. ഈശ്വര, അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ. അടുത്തേക്ക് വരരുത്, വേഗം അവരെ വിട്ടോളൂ. അത് ശരി, ഇത്തിരി പോന്ന നിന്നെയും ഞാൻ പേടിക്കാം. നിക്കടാ അവിടെ. ആഹാ, പറഞ്ഞാ കേക്കില്ലേ? ഇന്ന പിടിച്ചോ. അയ്യോ 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 അയ്യോ, വേഗം വാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആപത്താ. അയ്യോ, എന്തൊരു വേദന, സഹിക്കാൻ വയ്യേ. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ അതിനെ പിടിക്കാൻ പോവണ്ടാന്ന്. പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. എനിക്കറിയില്ലല്ലോ ഇങ്ങനെ ആപത്ത് വരുമെന്ന്. അയ്യോ, ഓ, പറഞ്ഞിട്ട് കാര്യമില്ല, വരേണ്ട വന്നു. ഇനി ഈ മുള്ളുകൾ വലിച്ചെടുത്തേക്കാം. അയ്യോ അയ്യോ അയ്യോ, ആശ്വാസമായി, രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ. അയ്യോ, വാ, നമുക്ക് പോവാം. എന്തായാലും അവന്റെ മുള്ള് ഭയങ്കര വിഷമയമാണ്. ശരിയാ, അവന്റെ കഴിവ് അപാരം തന്നെ. മുള്ളംപന്നിയുടെ ഏറ്റവും വലിയ കഴിവാണത്. അതിനെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന അതിന്റെ ശരീരത്തിൽ വളർന്നു നിൽക്കുന്ന മുള്ളുകൾ ശത്രുവിന് നേരെ തൊടുത്തുവിടാനുള്ള കഴിവുണ്ട്. ഹോ, അത്ഭുതം തന്നെ. മുള്ളംപന്നിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞു തരാം. മുള്ളംപന്നികൾ സ്വയം ഉണ്ടാക്കുന്ന കുഴികളിലാണ് വസിക്കുന്നത്. അവയ്ക്ക് നന്നായി വെള്ളത്തിലൂടെ നീന്താൻ കഴിയുന്നതാണ്. കൂടാതെ അവയുടെ ശരീരത്തിൽ 30,000-ഓളം മുള്ളുകളുണ്ട്. ഈ മുള്ളുകളുടെയൊക്കെ അകം പൊള്ളയാണ്. അല്ല, ഞാൻ ചിന്തിക്കുകയാ, ദൈവം അത്തരം കഴിവുകൾ നമുക്ക് തന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിരാശപ്പെടാതെ, പ്രകൃതി ഓരോ ജീവികൾക്കും ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും ജീവിത രീതിക്കും അനുസരിച്ചായിരിക്കും.
നിങ്ങൾ നിന്ന് പുരാണം പറഞ്ഞോളൂ, ഞാൻ വിശന്ന് ചാവുകയാ. വിട്ടു വാ, നമുക്ക് ഈ കാടൊക്കെ ഒന്ന് അരിച്ച് പെറുക്കാം, വല്ലതും കിട്ടാതിരിക്കില്ല. ശരി ശരി വാ. നീ എന്താണ് പേടിച്ചു വിറച്ചുകൊണ്ട്? അതെ, പുഴക്കരയിൽ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു ചെന്നായ എൻ്റെ പിറകെ ഓടി. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്, അതും നമ്മുടെ കിണ്ടന്റെ ബുദ്ധിപൂർവമായ ഇടപെടൽ കാരണം. ഞാൻ മുള്ളു തൊടുത്ത് വിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഈ കാട്ടിൽ പല ക്രൂരന്മാരായ മൃഗങ്ങളുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചു മാത്രം കാട്ടിനുള്ളിലേക്ക് പോവുക. ശരി ജ്ഞാനിച്ചേട്ടാ. ആ, ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങൂ. നേരം സന്ധ്യ മയങ്ങിയിരിക്കുന്നു. ആ, മഴയൊക്കെ പോയിരിക്കുന്നു. ഇന്ന് നമുക്ക് കാട്ടിലെ ഓരോ കാഴ്ചകളും കണ്ടുവരാം. ശരിയാ, വഴിയിലെ ചതുപ്പിൽ നിന്ന് നല്ല മീനുകളെയും കഴിക്കാം. വരൂ, സമയം വൈകിക്കണ്ട, വേഗം പോവാം. ആ എന്നാ ശരി.